Good evening all. Happy African Day. Good evening. Yes. ഡിസംബർ മാസത്തിലെ വളരെ തണുപ്പേറിയ ഈ സായാഹ്നത്തിൽ നമ്മൾ ഈ അബ്രിക്കൻ ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ചെറിയൊരു തിരനോട്ടം നടത്തുന്നത് നല്ലതാണ്. അബ്രിക്കോടെ ഇത് വെറുതെ ഒരു എന്തെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഒത്തുചേരലോ അല്ലെങ്കിൽ ഒരു ചടങ്ങോ ആയിട്ട് നടക്കുന്നതല്ല. നമ്മളുടെ 2024 വിജയമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയായിരുന്നു. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലും ഒരു തരി പോലും പിന്നോട്ട് ഉള്ള ഒരു തിരിഞ്ഞോട്ടം നടത്താതെ മുന്നോട്ടുള്ള ഓരോ ഗോളും സെറ്റ് ചെയ്തിട്ട് ഒരു വിഷൻ നമ്മൾ മാനേജ്മെൻറ്റ് നമ്മൾ മുന്നോട്ട് കാഴ്ചവെച്ച ആ വിഷൻ, അതിൻ്റെ ആ ഒരു ആവിഷ്കാരം ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഓരോ ദിനരാത്രങ്ങൾ പ്രവർത്തിച്ച ഓരോ അബ്രിക്കൻസിൻ്റെയും വിജയമാണ് നമ്മളിവിടെ ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എല്ലാ അബ്രിക്കൻസിനും അറിയിക്കുകയാണ്. അതിപ്പോൾ പേരെടുത്ത് പറയാൻ ഒന്നുമില്ല, കാരണം എല്ലാവരും അതിന് ഭാഗമായിരുന്നു. പിന്നെ നമുക്ക് ഒരു വിഷൻ സെറ്റ് ചെയ്തുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ ഈ ഓർഗനൈസേഷൻ തുടങ്ങി വെച്ച സമയത്ത് 2011 വളരെ തുച്ഛമായ ഒരു ക്യാപിറ്റൽ കൊണ്ട് തുടങ്ങി വെച്ചിട്ട് അതിനൊരു വിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷൻ എന്ന് പറയുന്നെങ്കിൽ, നമുക്ക് എത്രത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പറ്റുമോ അത്രത്തോളം തൊഴിലവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കപ്പെടണം. അതുമാത്രമായിരുന്നു നമ്മുടെ മാനേജ്മെൻറ്റിന്, അതായത് പ്രത്യേകിച്ച് ഷാജുവയുടെ പേരെടുത്ത് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഷാജുവയുടെ ഒരു കാഴ്ചപ്പാട് തീർച്ചയായും അങ്ങനെ ഒരു സദുദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇത് നമുക്ക് മോർ ദാൻ 140 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റിയിൽ മോർ ദാൻ 3500 സ്റ്റാഫുകളോടും കൂടി ഒരു വൻ പ്രസ്ഥാനമായി വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എടുത്ത ഒരു വിഷൻ തന്നെയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നതിന് മുന്നോടിയായി, ഇന്ന് നമ്മളുടെ ഈ ഒരു 2024 അബ്രിക്കൻ ഡേ ആഘോഷിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ചേർന്നുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അതുപോലെ മറ്റുള്ള എൻറ്റിറ്റിയിലെ എല്ലാവർക്കും, എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുകയും ഒരു 2025 ഒരു ന്യൂ ഇയർ വിഷസ് അറിയിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. താങ്ക് യു.